ഞാൻ ഓൺലൈനിൽ നിന്ന് കുറച്ച് സാധനങ്ങൾ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ പലതവണ വീഡിയോ എടുത്ത് അത് കട്ടായിപ്പോയി. അതുകൊണ്ട് പിന്നെ ഒരിക്കൽ കൂടെ വീഡിയോ എടുക്കാമെന്നാണ് വിചാരിച്ചത്. അപ്പോൾ ഓൺലൈനിൽ നിന്ന് വാങ്ങിച്ചു. പക്ഷേ ഞാൻ അത് എണ്ണി നോക്കിയിട്ടില്ല കൂട്ടുകാർ. അതുകൊണ്ട് എത്ര എണ്ണം കാണിക്കുമെന്ന് വെച്ചാൽ ഞാൻ കാണിച്ചു തരാം. കുറേ മഗ്ഗുകളുണ്ട്, അങ്ങനത്തെ കുറേ സാധനങ്ങൾ സസ്പെൻഷനാണ്. നിങ്ങൾ അവസാനം വരെ കാണണേ കൂട്ടുകാരെ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കടക്കാം. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് ഇപ്പോൾ എൻ്റെ ഇരിക്കുന്നത്. അപ്പോൾ ഞാൻ എന്തായാലും വീഡിയോയിലോട്ട് കടക്കാമേ കൂട്ടുകാരെ. വാ കൂട്ടുകാരെ. ആദ്യമേ തന്നെ ഒരു ഡിസൈനൊക്കെ വന്നിട്ടുള്ള ഒരു മഗിൻ്റെ പെട്ടിക്കകത്താണ്. അപ്പോൾ ഇതെന്തായാലും തുറക്കാൻ ഒറ്റക്കൈയിൽ പാടായതുകൊണ്ട് ഞാൻ തുറന്നിട്ട് കാണിച്ചു തരാമേ. ഇത് വന്നിട്ടുള്ളതെന്ന് വെച്ചാൽ ഐ ലവ് ചായ എന്ന് പറഞ്ഞാൽ നല്ല പാറ്റേണിൽ ആണ് വന്നിട്ടുള്ളത്. ഇതിൻ്റെ അകത്ത് റെഡ് കളറായതുകൊണ്ട് നല്ല ചായ കുടിക്കാനൊക്കെ നല്ല എസ്തെറ്റിക്കായിട്ടുള്ളത് കളറുമായുണ്ട്. പക്ഷെ അയക്ക ഇറങ്ങിയില്ല പെട്ടെന്നൊന്നും. അപ്പോൾ എനിക്കിഷ്ടപ്പെട്ട് ക്വാളിറ്റി ഉണ്ട്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ലിങ്ക് ഞാൻ ആഡ് ചെയ്യാമേ. നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ആഡ് ചെയ്യാമേ. അപ്പോൾ അടുത്ത നമുക്ക് എന്താണെന്ന് നമുക്ക് നോക്കാമേ. അപ്പോൾ അടുത്തത് എന്തായാലും നമുക്ക് ഓപ്പൺ ചെയ്യാം. ഇത് മഗ് സേസ് ഇറ്റ് ആൾ ഫോർ സം വൺ സ്പെഷ്യൽ. ഇത് എനിക്ക് കുറച്ച് സ്പെഷ്യലായിട്ട് എന്തോ തോന്നി ഫീല്. അപ്പോൾ നമുക്ക് എന്തായാലും ഇത് തുറന്ന് നോക്കാമേ കൂട്ടുകാരെ ഫ്രണ്ട്സ്. ഇത് കുറച്ച് എനിക്ക് സ്പെഷ്യലാണ്. കാരണം എൻ്റെ മാമനാണ് എൻ്റെ ബർത്ത്ഡേക്ക് ഉണ്ടാക്കി തന്നത്. അപ്പോൾ എൻ്റെ മാമന് ഫിഷ് അക്വേറിയം ഉണ്ടായിരുന്നു. അപ്പോൾ SK അക്വേറിയം കണ്ടോ. അപ്പം ഇത് സ്പെഷ്യലാവാൻ കാരണം എൻ്റെ ബർത്ത്ഡേ ആയതുകൊണ്ട് ബർത്ത്ഡേയുടെ ഇതൊക്കെ വെച്ചിട്ട് നമ്മളെ കുഞ്ഞിനകത്ത് ഫോട്ടോയൊക്കെ വെച്ചിട്ടാണ് വെച്ചിരിക്കുന്നത്. ഈ പെണ്ണ് ഞാൻ, ഇത് എൻ്റെ അനിയൻ. അപ്പോൾ നല്ല ക്വാളിറ്റിയുള്ള കപ്പാണ്. ഇത് പറയാതിരിക്കാൻ പറ്റില്ല. നല്ല ക്വാളിറ്റി, സൂപ്പർ ക്വാളിറ്റിയുള്ള കപ്പാണ്. എൻ്റെ മാമ ഉണ്ടാക്കിയതുകൊണ്ട് പറയല്ല, നല്ല സൂപ്പർ എന്ന് പറഞ്ഞാൽ സൂപ്പറാണ്. ഇതാ സൂപ്പർ ക്വാളിറ്റി മഗ്ഗാണ്. അപ്പോൾ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ട് പേഴ്സണലി. ഇത് മാമ വളർത്തിക്കൊണ്ടിരുന്ന ഒരു മീനിൻ്റെ ഫൈഡൊക്കെയാണ്. ഹാപ്പി ബർത്ത്ഡേ ടീനേജ് സ്പെല്ലിങ് തെറ്റാണ്, അത് കുഴപ്പമില്ല. അടുത്തത് നമുക്ക് കപ്പ് നോക്കാമേ. വരൂ കൂട്ടരെ. അടുത്തത് ഞാൻ വെയിറ്റ് ഇത് കാത്താണ് ഇരുന്നത്. അതുകൊണ്ട് എനിക്ക് ഒരിക്കലും പൊട്ടിക്കാതിരിക്കാൻ പറ്റിയില്ല. അതുകൊണ്ട് ഞാൻ പൊട്ടിച്ചേനെ നോക്കി. ഇതാണ് എനിക്ക് ഇച്ചിരി ആശയമുള്ളത്. അതുകൊണ്ട് ഞാൻ വലിച്ചൊരു കീറലായിരുന്നു. മൊത്തം ഈ പരുവത്തിലായി. എന്തായാലും നമുക്ക് ഇത് തുറന്ന് നോക്കാമേ. ലിബ്രയുടെ കപ്പായതുകൊണ്ട് ക്വാളിറ്റി ഉണ്ട് കൂട്ടുകാരെ. അപ്പം ഇതേത് കപ്പെന്ന് വെച്ചാൽ ഇതാണ് ആ കപ്പ്. കണ്ടോ, ഇത് എസ്തെറ്റിക്കിൻ്റെ ഏറ്റവും അഴുക്കായി കഴിഞ്ഞാൽ അറിയും. ഇത് ഞാൻ അഴുക്കാക്കി വെച്ചിട്ടുള്ളതാണ് കൂട്ടുകാരെ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അഴുക്കായി കഴിഞ്ഞാൽ അറിയുമെന്ന്. ചായയൊക്കെ കുടിക്കുമ്പോൾ ചായയുടെ കറ ആവാതിരുന്നാൽ നിങ്ങളെ ഭാഗ്യം. പിന്നെ ഇത് ഡിസൈനൊക്കെ നമുക്ക് വീട്ടിൽ ചെയ്യുന്നതുള്ളൂ. ബട്ട് കടയിൽ നിന്ന് വാങ്ങിക്കുമ്പോൾ ഉള്ളൊരു ഫീല് വേറെയാണ് അല്ലേ. അപ്പം എനിക്കും ഇത് ഇഷ്ടപ്പെട്ട്. നല്ല ക്വാളിറ്റി ഉണ്ട്. 1 പീസ് വെച്ചാണ് കിട്ടാറ്. നല്ല ക്വാളിറ്റി ഉണ്ട്. ഇതിൻ്റെ പ്രൈസൊക്കെ ഞാൻ വേറൊരു വീഡിയോയിൽ വേണമെങ്കിൽ ഇടാം. അപ്പം നല്ല ക്വാളിറ്റി ഉണ്ട് കൂട്ടുകാർ. അപ്പോൾ പിന്നെ അടുത്ത ഗ്ലാസ് നമുക്ക് നോക്കാം. അടുത്തത് കപ്പുകളിൽ ഏറ്റവും വലിയ പെട്ടിയുള്ള കപ്പാണ്. ഇതും ഞാൻ കൂടുതൽ ആഗ്രഹിച്ചിരുന്നതാണ്. അപ്പോൾ ഇതെന്തായാലും അകത്ത് ഓറഞ്ച് കളർ മാത്രം കാണാം. അപ്പോൾ എന്തായാലും ഞാൻ ഇത് പൊട്ടിച്ചിട്ട് കാണിച്ചു തരാമേ നിങ്ങൾക്ക്. അപ്പോൾ ഈ വലിയ പെട്ടിക്കകത്ത് എന്തെന്ന് വെച്ചാൽ നല്ല ബ്ലാക്ക് ലവേഴ്സിന് പറ്റിയ കോഫി മഗ്ഗാണ്. ഓറഞ്ച് ഷെയ്ഡ് വരുന്നതുകൊണ്ട് നല്ല കോഫി മഗ്ഗും നല്ല ക്വാളിറ്റിയുള്ള മഗ്ഗാണ്. അതിൻ്റെ ഒരു ഡിസൈൻസും കൊള്ളാം. എനിക്കും നല്ലതായിട്ട് ഇഷ്ടപ്പെട്ടു. എസ്തെറ്റിക്കുമാണ്, അത് കൂളാണ്. ബ്ലാക്ക് ലവേഴ്സിന് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ പിന്നെ എന്തായാലും അടുത്ത സാധനം ഞാൻ കാണിച്ചു തരാമേ. അടുത്തത് കുഞ്ഞു പിള്ളേർക്കും ഗെയിം ലവേഴ്സിനും ഇഷ്ടപ്പെടുന്നതാണ്. അപ്പം ഞാൻ എന്തായാലും തുറന്ന് കാണിച്ചു തരാമേ കൂട്ടുകാരെ. ഒറ്റ കയ്യിലെടുക്കാൻ എനിക്ക് ഭയങ്കര പാടാണ്. ഇത് ഞാൻ ഈക്കാട്ടിൽ നിന്നാണ് വാങ്ങിച്ചിട്ടുള്ളത്. ഇത് ഞാൻ പല വീഡിയോയിലും കാണിച്ചിട്ടുണ്ട്. ഇതാ കണ്ടോ, ഇത് ഞാൻ പല വീഡിയോയിലും കാണിച്ചിട്ടുണ്ട്. എൻ്റെ അനിയൻ റെഡും എനിക്ക് ബ്ലൂ ആണ്. നല്ല ക്വാളിറ്റി ഉള്ളത്. പ്ലാസ്റ്റിക്കിലാണ് മേടപ്പായിട്ടുള്ളതെങ്കിലും ക്വാളിറ്റി ഉണ്ട്. വാട്ടൊന്നും അധികം കളഞ്ഞൊന്നും പോകത്തില്ല. ബോൾസും ഉണ്ട്. നല്ലതായിട്ട് തന്നെ സ്മൂത്തായിട്ട് തന്നെ പോകുന്നുണ്ട്. കണ്ടോ, നല്ല ഡ്രോയിങ്സും അങ്ങനെയൊക്കെ നല്ല അത്രയ്ക്ക് അഴുക്കൊന്നും ആകത്തില്ല. ഇത് എൻ്റേത് ലൈറ്റ് കളറായതുകൊണ്ട് ഞാൻ അഴുക്കൊക്കെ ആക്കിയിട്ടുണ്ട്. ഉപയോഗിച്ചതുകൊണ്ട് ഞാൻ കരിയൊക്കെ വെച്ച് തുടച്ച് ഒരു പരുവൊക്കെയിട്ടുണ്ട്. അവൻ്റേത് അത്രയ്ക്ക് അഴുക്കറിയത്തില്ല കൂട്ടുകാരെ. അപ്പോൾ പിന്നെ എന്തായാലും ഇത് ഗെയിം ലവേഴ്സിന് ഇഷ്ടപ്പെടുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ചിൽഡ്രൻസിന് അടുത്തത് നമുക്ക് എന്തായാലും നോക്കാമേ. അടുത്തത് സ്കൂൾ സ്റ്റുഡൻസിനും കോളേജിൽ പോകുന്നവർക്കും എല്ലാവർക്കും ഉപയോഗപ്പെടുന്ന മിൽട്ടൻ്റെ ഒരു കുപ്പിയുണ്ട്. ഇത് ഞാൻ പൊടിച്ചു നോക്കിയത് കാരണം ഇത് തുറന്നൊക്കെ പോകുന്നുണ്ട്. ഞാൻ ടെറസിലാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് നല്ല കാറ്റുണ്ട്. ഇത് ഓക്കെ, എന്താ നല്ല കാറ്റ്. അപ്പോൾ പിന്നെ എന്തായാലും ഇതിൻ്റെ കളറ് നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റും. എനിക്ക് ഗ്രീനാണ്, പിസ്ത ഗ്രീനാണ്. എൻ്റെ അനിയന് കിട്ടിയിരിക്കുന്നത് വെച്ചാൽ ബ്ലൂ ആണ് വാങ്ങിച്ചിട്ടുള്ളത്. അപ്പം ഇതും ഞാൻ കാണിച്ചു തരാമേ കൂട്ടുകാരെ.
ഇത് കാണുമ്പോഴേ എനിക്ക് ഗ്രീൻ തന്നെയാണ് ഇഷ്ടം. കാരണം ഇതാകണ്ടോ നല്ലൊരു കളർ. ആൻഡ് ഇത് ഞാൻ മുമ്പത്തെ വീഡിയോയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇതാ ഇത് അടിയിൽ സ്റ്റീലാണ് വന്നിട്ടുള്ള ഒറ്റക്കൽ എടുത്തുകൊണ്ടാണ് കവർ കാണുന്നത്. അപ്പോൾ ഇതും സൂപ്പറാണ് കൂട്ടുകാരെ. അടുത്തത് ഞാൻ ഇതിലോട്ട് കാണിച്ചിട്ടില്ല, എനിക്ക് പെട്ടെന്ന് പോകേണ്ടതായിട്ടുണ്ട്. ആൻഡ് ഞാൻ പെട്ടെന്ന് കാണിക്കാൻ വേണേ. അടുത്തത് ഞാൻ ഇതിലോട്ട് കാണിച്ചിട്ടില്ല, വിക്ടറിൻ്റെ ഒരു കോമ്പസ് ബോക്സാണ്. ഇപ്പോൾ കാണിച്ചിട്ട് 2 പെൻസിലൊക്കെ വന്നിട്ടുണ്ട്. ബ്ലൂ തീമിലാണ് മൊത്തം വന്നിട്ടുള്ള റബ്ബർ, ഡിവൈഡർ, കോമ്പസ്, കട്ടർ, പൊട്ടാക്ടർ, സെറ്റ് സ്ക്വയർ വന്നിട്ടുണ്ട്. സ്കെയിലും വന്നിട്ടുണ്ട്. അടുത്തത് ക്യാമലിൻ്റെ ഒരു ജോമെട്രി ബോക്സാണ്. അപ്പോൾ ഇതും ഞാൻ കാണിച്ചു തരാം കൂട്ടുകാർ. ഇതിൽ ചെയ്തിട്ടുണ്ട് ഫ്രീ മെക്കാനിക്കൽ പെൻസിൽ 0.7 mm ഞാൻ കാണിച്ചു തരാം ഇതിൻ്റെ അകം. ഓക്കെ, ഇതിൽ റബ്ബർ, കട്ടർ എല്ലാം ഗ്രേയും ബ്ലാക്ക് തീമിലാണ് എല്ലാം ഉണ്ട്. സ്കെച്ചുണ്ട് ഇതിൽ, ബ്ലാക്ക് സ്കെച്ച് കുഞ്ഞ്. പിന്നെ ഇതിൽ വന്നിട്ടുള്ള ഇതാണ് മെക്കാനിക് പെൻസിൽ. ഇത് മൊനയുണ്ട്, കുഞ്ഞു മൊനയാണ്. കാണാൻ പറ്റുമെന്നറിയത്തില്ല. അപ്പോൾ എനിക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടു. നിങ്ങൾക്ക് നല്ല ക്യൂട്ട് തീമിലൊക്കെ വന്നിട്ടുള്ള. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും ഈ വീഡിയോ ഉപകാരപ്രദമായെങ്കിൽ ഒന്ന് കമൻറ്റും ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുതേ. അതുവരേക്കും ബൈ കൂട്ടുകാരെ.